ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അജ്മീറിലാണ്. അജ്മീറിൽ നമ്മൾ ദർഗ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ അകലെ ആയിട്ടാണ് ദർഗ. നല്ല വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടാവും. നമ്മൾ ഹോട്ടൽ എടുക്കാം, പാർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. അജ്മീർ ദർഗയിലെ തെരുവുകളിലെ തിരക്കാണ് കേട്ടോ. സൈഡുകളിൽ ഇത്തരത്തിലുള്ള ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കണ്ടിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. എന്താ ഇതിന്റെ പേര് പറഞ്ഞേ? കേസറോ? ഇവിടുത്തെ പാത്രങ്ങളൊക്കെ മൺപാത്രങ്ങളാണ് കേട്ടോ. നാം ക്യാ ഭയ്യ? ദൂത് ദൂതാണ് പാല്. എന്നൊരു പാല് ഇരിക്കുന്നത് അജ്മീർ ദർഗയുടെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ദർഗയുടെ ഉൾവശമാണിത്. നമ്മളിപ്പോ ഇതുവഴിയാണ് കടന്നു വന്നത്. ഇതാണ് അജ്മീർ ദർഗയുടെ ഉൾവശം. ഇവിടെയാണ് ആ ചെമ്പുള്ളത് കേട്ടോ. നല്ല തിരക്കാണ്. ഇവിടെ വിറകും കാര്യങ്ങള് അരികളൊക്കെ കാണാൻ കഴിയും. സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇടുന്നുണ്ട്. ഗൂഗിൾ പേ സംവിധാനം വരെ ഉണ്ടല്ലോ അല്ലേ. ഇനി മറ്റൊരു ചെമ്പുണ്ട്, അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നെ അതും സംഭാവന ആവുമത്. ആളുകൾ വലിയ വലിയ സംഖ്യകളാണ് ഇതിലിടുന്നത്. പൈസയും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടതാണ്.
ഇതിന്റെ എന്തോ ഭാഗമായിട്ട് പൈസ ഒക്കെ വാരി എറിയുന്നുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് മക്ബറ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആളുകൾ പിന്നെ സംസം വെള്ളം പോലെ വെള്ളമൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. പലയാതി പരിപാടികളുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കാര്യപരിപാടികൾ. ഇവിടെ പൂവുകളും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ നേർച്ച അങ്ങനത്തെ എന്താണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളവിടെ നിസ്കരിക്കുക, മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. ഇവരാണ് തോന്നുന്നുണ്ട്, ഇവരാണ് ഇവിടെ കാര്യമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ എറിയണത്. ഇവിടെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതാരാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത്തരത്തിലുള്ള മാലകൾ, അതുപോലെ മോതിരം, മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ് സ്വീറ്റ് എന്തൊരു മധുരമാണ്, മധുര മുട്ടായിയാണത്. നമ്മൾ അജ്മീർ ദർഗയിൽ നിന്ന് 100 ശുക്രൻ നമ്മൾ മാല വാങ്ങിയിട്ടുണ്ടോ. 5 മാല 100 രൂപ. ഒക്കെ തുറന്നു വെച്ചതാണ് മാർക്കറ്റിൽ. ഇതൊക്കെ കടകളൊക്കെ 24 അവർ കടകളാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നും പൂട്ടലുണ്ടാവില്ല. സ്പെഷ്യൽ ഹലുവയാണ് കേട്ടോ. കിലോന് 240 പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. അജ്മീർ ദർഗയുടെ സമയത്തായിട്ട് നല്ല സ്മെല്ലുണ്ട്. അതൊക്കെ പിടിച്ച് മുത്തുണ്ടോ ആൾക്കാര്. എന്തൊരു ഇതാണ്, ഷാള് പോലെ അതൊക്കെ പിടിച്ച ആളുകൾ മുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ അജ്മീറിനോട് യാത്ര പറയാണ്. ദിവസം എല്ലാവരും പറഞ്ഞോളൂ. നമ്മൾ ജയ്പൂർ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ നിന്ന തിരുവോരാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു പുതപ്പിൻ്റെ ഷോപ്പിലെത്തിയതാണ് കേട്ടോ. കമ്പിളി പുതപ്പ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജ്മീറിൻ്റെ തെരുവുകളാണ്. തെരുവുകളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ സമയം 6 മണിയോടെ അടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-1.5 കിലോമീറ്ററും കൂടി നടക്കാനുണ്ട്. അജ്മീർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് മെഷീനുകളുണ്ട് ടിക്കറ്റ് എടുക്കുന്ന. അത് ഉപയോഗിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അജ്മീർ കയറി അപ്പോൾ ജനറൽ കയറി യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഒരു 10-20 മിനിറ്റോട് കൂടി നമ്മൾ
ഇങ്ങനെയും ഒരു ട്രെയിൻ യാത്ര. ഇങ്ങനെ ഇരിക്കാം. ട്രെയിനിൽ നല്ല ശക്തമായ തണുപ്പാണ്. പുറത്ത് കോട കാണുന്നില്ലേ? നമുക്കൊന്നും കാഴ്ചയൊന്നുമില്ല, ഫുള്ള് വെള്ളമാണ് കാണുന്നത്. ഓക്കെ,